കുടിയേറ്റക്കാർക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കടുത്ത നടപടികൾക്ക് വൻ സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു ബില്ല് US പ്രതിനിധി സഭ പാസാക്കിയിരിക്കുന്നു. മാസങ്ങൾ നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും ഗവൺമെന്റ് അടച്ചുപൂട്ടലിനും ഒടുവിലാണ് ഈ ചരിത്രപരമായ ബില്ല് പാസ്സാകുന്നത്. കൃത്യമായി എന്താണ് ഈ ബില്ലിലുള്ളത്? ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് പുതിയതായി US പ്രതിനിധി സഭ പാസാക്കിയ സെക്യൂർ അമേരിക്ക ആക്ട് എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. യുഎസിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും നാടുകടത്താനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്ന ബില്ലാണിത്. ഏകദേശം $70 ബില്യൺ ഈ ഈ അനുവദിക്കുന്നത്. ട്രംപിന്റെ ഔദ്യോഗിക കാലാവധി മുഴുവൻ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഈ ഫണ്ടിങ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 2029 സെപ്റ്റംബർ വരെ ഈ ഏജൻസികൾക്ക് ആവശ്യമായ ഫണ്ട് ഇതിലൂടെ ലഭ്യമാകും. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിൽ മാസങ്ങളായി ഈ ഫണ്ടിനെ ചൊല്ലി വലിയ തർക്കത്തിലായിരുന്നു. US ഹൗസിൽ ഈ ബില്ല് എങ്ങനെയാണ് പാസ്സായതെന്നും വോട്ടെടുപ്പ് രീതി എങ്ങനെയായിരുന്നെന്നും ഒന്ന് നോക്കാം. വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് പ്രതിനിധി സഭയിൽ ഈ ബില്ല് വിജയിച്ചത്. 212 വോട്ടുകൾക്കെതിരെ 214 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. ഇത് പൂർണ്ണമായും രാഷ്ട്രീയ ചേരിതിരിവ് വ്യക്തമാക്കുന്ന ഒരു വോട്ടെടുപ്പായിരുന്നു എന്ന് തന്നെ പറയാം. റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഒന്നിച്ച് ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഇതിനെ പൂർണ്ണമായും എതിർത്തു. റിപ്പബ്ലിക്കന്മാരുമായി സാധാരണ ചേർന്ന് നിൽക്കാറുള്ള സ്വതന്ത്ര അംഗമായ കെവിൻ കെല്ലി ഇത്തവണ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് ബില്ലിനെതിരെ വോട്ട് ചെയ്തു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ US സെനറ്റ് ഈ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു. ഇനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുന്നതോടെ ഇത് നിയമമായി മാറും. ഈ $70 ബില്യൺ തുക യുഎസിലെ ഏതൊക്കെ ഏജൻസികൾക്കാണ് വിഭജിച്ച് നൽകുന്നത് എന്ന് നോക്കാം. അനുവദിച്ച തുക പ്രധാനമായും 3 വലിയ ഇമിഗ്രേഷൻ സുരക്ഷാ വിഭാഗങ്ങൾക്കായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ICE ആണ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്. കുടിയേറ്റക്കാരെ രാജ്യത്തിനകത്ത് നിന്നും കണ്ടെത്തുന്നതിനും നാടുകടത്തുന്നതിനും ചുമതലയുള്ള ഈ ഏജൻസികൾക്ക് $38 ബില്യൺ ലഭിക്കും. അടുത്തത് CBP ആണ്, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ. അതിർത്തി സുരക്ഷ കൈകാര്യം ചെയ്യുന്ന ഈ ഏജൻസിക്ക് $26 ബില്യൺ ലഭിക്കും. അടുത്തത് DHS ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കായി ബാക്കി $5 ബില്യൺ ഈ ബില്ലിലൂടെ അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫണ്ടിനെ ചൊല്ലി യുഎസിൽ ഒരു ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ഉണ്ടായത്? അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ഈ വർഷം ജനുവരിയിലാണ് ആരംഭിക്കുന്നത്. മിനിയപോളിസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള തീവ്രമായ റെയ്ഡിനിടയിൽ ഫെഡറൽ ഏജന്റുമാർ 2 അമേരിക്കൻ പൗരന്മാരെ വെടിവെച്ചു കൊന്നു. ഇതേ തുടർന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ഈ ഏജൻസികൾക്കുള്ള ഫണ്ട് തടഞ്ഞുവെക്കാൻ തീരുമാനിച്ചു. ഇമിഗ്രേഷൻ നയത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അവർ റിപ്പബ്ലിക്കന്മാരുമായി ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. ഈ ഫണ്ട് പാസ്സാക്കാത്തതിനാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഫെബ്രുവരി പകുതി മുതൽ ഏതാണ്ട് 75 ദിവസത്തോളം ഭാഗികമായി അടച്ചുപൂട്ടേണ്ടി വന്നു. ചരിത്രത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധി അപൂർവമായിരുന്നു. ഈ പ്രതിസന്ധിക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടായത്? അതുകൂടെ ഒന്ന് നോക്കാം. ഏപ്രിൽ മാസത്തിന്റെ അവസാനത്തോടെയാണ് താൽക്കാലിക പരിഹാരമുണ്ടായത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഭൂരിഭാഗം പൊതുപ്രവർത്തനങ്ങൾക്കും ഫണ്ട് നൽകാൻ ഡെമോക്രാറ്റുകൾ സമ്മതിച്ചു. എന്നാൽ കടുത്ത കുടിയേറ്റ വിരുദ്ധ നടപടികൾ എടുക്കുന്ന ICE, CBP എന്നീ ഏജൻസികൾക്കുള്ള ഫണ്ട് അവർ ഒഴിവാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിപ്പബ്ലിക്കന്മാർ ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചത്. ട്രംപിന്റെ ഭരണ കാലയളവിൽ ഉടനീളം ഡെമോക്രാറ്റുകൾക്ക് ഇനി ഈ ഏജൻസികളുടെ ഫണ്ട് തടയാൻ കഴിയാത്ത രീതിയിൽ 2029 വരെയുള്ള ഫണ്ടിങ് ഒറ്റ ബില്ലായി അവർ കൊണ്ടുവരികയും ഇപ്പോൾ അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. റിപ്പബ്ലിക്കൻ പാർട്ടി ഈ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നോക്കാം. വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമുള്ള പ്രതിനിധി സഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞത് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസന്റെ വലിയൊരു രാഷ്ട്രീയ വിജയമാണ്. ബില്ല് പാസ്സായതിനു ശേഷം അദ്ദേഹം ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിച്ചു. ഈ കോൺഗ്രസിൽ ഡെമോക്രാറ്റുകൾ കാരണം ഉണ്ടായ 3ാമത്തെ ഗവൺമെന്റ് അടച്ചുപൂട്ടലിനാണ് റിപ്പബ്ലിക്കന്മാർ അന്ത്യം കുറിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെമോക്രാറ്റുകൾ തുറന്ന അതിർത്തികളെയും ക്രിമിനലുകളായ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെയും പിന്തുണയ്ക്കുന്നു എന്ന് US ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമേ ഈ അടച്ചുപൂട്ടലുകൾ ഉപകരിച്ചുള്ളൂ എന്നും മൈക്ക് ജോൺസൺ പരിഹസിച്ചു. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇത് നിയമപാലകരെ സഹായിക്കുന്നതിനുള്ള വോട്ടാണെന്ന് ഹൗസ് മെജോറിറ്റി ലീഡർ സ്റ്റീവ് സ്കാലിസും വ്യക്തമാക്കി.
ഡെമോക്രാറ്റിക് പാർട്ടി ഈ ബില്ലിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയം ഇപ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാകും. എന്താണ് കാരണമെന്ന് നോക്കാം. ഡെമോക്രാറ്റുകൾ ഈ ബില്ലിനെ പൂർണ്ണമായും നികുതി പണത്തിന്റെ ധൂർത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഡെമോക്രാറ്റിക് മൈനോറിറ്റി ലീഡർ ഹക്കീം ജെഫ്രീസ് പറയുന്നത്, യാതൊരുവിധ മേൽനോട്ടവും സുതാര്യതയും ഉത്തരവാദിത്വവും ഇല്ലാതെ ICE പോലെയുള്ള ഏജൻസികൾക്ക് $70 ബില്യൺ പൊതുപണം ബാങ്ക് ചെക്കായി എഴുതി കൊടുക്കുകയാണ് റിപ്പബ്ലിക്കന്മാർ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റ് വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബില്ലിന്റെ വഴിയിൽ വലിയ 2 വിവാദങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് ആന്റി വെപ്പണൈസേഷൻ ഫണ്ടും വൈറ്റ് ഹൗസ് ബാൾറൂം വിവാദവുമാണ്. ഇതെന്താണെന്ന് കൂടെ ഒന്ന് നോക്കാം. ആദ്യത്തേത് ആന്റി വെപ്പണൈസേഷൻ ഫണ്ടാണ്. തന്റെ സഖ്യകക്ഷികൾക്കും സുഹൃത്തുക്കൾക്കുമായി $1.8 ബില്യൺ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. ജനുവരി 6 ക്യാപിറ്റോൾ ആക്രമണ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് തടയാൻ ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന ഭേദഗതി റിപ്പബ്ലിക്കന്മാർ വോട്ട് ചെയ്തു തള്ളി. ഈ ഫണ്ട് നിലവിൽ ഒഴിവാക്കിയെന്ന് ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കില്ലെന്ന് ഉറപ്പു പറയാൻ ട്രംപ് തയ്യാറായിട്ടില്ല. അടുത്തത് വൈറ്റ് ഹൗസ് ബാൾറൂം വിവാദമാണ്. ട്രംപ് വൈറ്റ് ഹൗസിൽ നിർമ്മിക്കുന്ന വലിയൊരു ബാൾറൂമിന്റെ സുരക്ഷാ ആവശ്യങ്ങൾക്കായി $1 ബില്യൺ ഈ ബില്ലിൽ ഉൾപ്പെടുത്താൻ റിപ്പബ്ലിക്കന്മാർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഡെമോക്രാറ്റിക് ഫിലിബസ്റ്റർ ഒഴിവാക്കാനായി ഉപയോഗിച്ച ബഡ്ജറ്റ് റീകൺസിലിയേഷൻ ചട്ടപ്രകാരം ഇത് അനുവദിക്കാൻ കഴിയില്ലെന്ന് സെനറ്റ് പാർലമെന്റേറിയൻ റൂളിംഗ് നൽകിയതിനെ തുടർന്ന് ഈ തുക ഒടുവിൽ ബില്ലിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് അടുത്ത 3 വർഷത്തേക്ക് തടസ്സമില്ലാതെ ഫണ്ട് ഉറപ്പാക്കാൻ റിപ്പബ്ലിക്കന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് US-ലെ കുടിയേറ്റ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്.